എനിക്ക് ഈ ദേഷ്യം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ബേബിന്റെ ഇത് നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. എന്താ കുറിപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. ദേഷ്യം വന്നാൽ ഞാൻ വരും. അതൊരു ഇമോഷനാണ്. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഇപ്പൊ നല്ല രീതിക്ക് സംസാരിക്കാൻ വിളിച്ചാണോ അതോ തർക്കുത്തരം പറയാനാണോ? ഇതെന്താ രാവിലെ ലൈറ്റ് സൗണ്ട് തമ്മിൽ അങ്ങോട്ട് ഉടക്കിയ? ഏയ് ഇതെന്നും പതിവുള്ളതല്ലേ. ബേബി ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയുന്നത് വേറെ ഒന്നായിരിക്കും. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. എനിക്ക് വയ്യ. ഞാൻ കാല് പിടിക്കണോ എന്തോ നെഞ്ചരിച്ചിൽ പോലെ ഞാൻ നെഞ്ചരിച്ചിൽ വേവിക്കും അല്ലേ? ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരാൻ ഉണ്ടാകുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. അത് ഞാൻ നിർത്തല്ലേ വേണ്ടത്. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി. നമ്മൾ തമ്മിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാ. നമ്മൾ തമ്മിൽ ശരിയാവില്ല. നമുക്ക് പിരിയാം. അതാ നല്ലത്. പിരിയാം. എന്റെ പ്ലേറ്റ് ഞാൻ കഴുകും. എന്തായിരുന്നു ഒരാളുടെ രണ്ടാളുടെ സ്നേഹം? ഈറ്റയും ചക്രം പോലെ അല്ലായിരുന്നോ? ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിലുണ്ട്. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. മര്യാദെങ്കിൽ പണിക്കര് മര്യാദ, പേശക പണിക്കര് മഹാപേശകം.